ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് 1-2 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലിലൊക്കെ കണ്ട ഒരു വാർത്തയാണ് കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനിയും അതുപോലെ തന്നെ വി മുരളീധരനും മുസ്ലിമുകളേറെ ബഹുമാനിക്കുന്ന പരിശുദ്ധ മദീന ഹറം സന്ദർശിച്ച ഒരു ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടവരാണ്. അപ്പോൾ മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംശയമുണ്ടാവാം, പരിശുദ്ധ മദീന ഹറം അതുപോലെ തന്നെ മക്ക ഹറം എന്ന് പറയുന്ന അവിടെയൊക്കെ അമുസ്ലിമുകൾക്ക് പ്രവേശനം പറ്റാത്തതാണല്ലോ, ഹറാമാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവർ പ്രവേശിച്ചത് എന്നുള്ള സംശയം നമുക്കുണ്ടാവാം. പരിശുദ്ധ മദീന ഹറം അതുപോലെ തന്നെ മക്ക ഹറം ഇരു ഹറമുകളിലേക്ക് അമുസ്ലിമുകളെ പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഇസ്ലാമിൽ കിതാബുകൾ ആധികാരികമായിട്ട് എന്താണ് പറയുന്നത്, അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള മസല എന്താണ്, അതാണ് നമ്മളിവിടെ വളരെ ഷോർട്ടായ രൂപത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപരമായി മക്കയിലേക്കോ മദീനയിലേക്കോ അമുസ്ലിങ്ങളെ പ്രവേശിപ്പിക്കാൻ പാടില്ല, അവരെ തടയപ്പെടണം എന്ന് തന്നെയാണ് നിയമം. എന്നാൽ ഈ വിഷയങ്ങൾ പറയുന്ന സ്ഥലത്ത് തുഹ്ഫ അതുപോലെ തന്നെ റൗദ പോലുള്ള ഗ്രന്ഥങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇല്ലാലി മസ്ലുഹത്തിന്, അതായത് അമുസ്ലിങ്ങളായ ആളുകളെ പ്രവേശിപ്പിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ, എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അവരെ മദീനയിൽ പ്രവേശിപ്പിക്കാവുന്നതാണ്. ഈ സ്ഥലത്ത് തന്നെ പ്രത്യേകമായി മറ്റൊരു വിഷയം കൂടി പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. മസ്ലഹത്തിന് വേണ്ടി മദീനയിൽ പ്രവേശിപ്പിച്ചാൽ തന്നെ പോക്കുവരവിൻ്റെ 2 ദിവസങ്ങളെ കൂടാതെ തന്നെ ഒരു 3 ദിവസത്തിൽ കൂടുതൽ എന്താക്കാൻ പാടില്ല, മദീന ഹറമിൽ ഇവരെ താമസിപ്പിക്കാൻ പാടില്ല, അതാണ് മസ്അല. എന്നാൽ ഈ വിഷയം തുഹഫയിൽ പറയുന്ന സ്ഥലത്ത് പ്രത്യേകമായി ഒരു കാര്യം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതായത് മസ്ലഹത്തിന് വേണ്ടിയാണെങ്കിൽ പോലും മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ട്, എന്തെങ്കിലും നന്മയുണ്ട് എങ്കിൽ പോലും പരിശുദ്ധ മക്ക ഹറമിനുള്ളിലേക്ക് അമുസ്ലിമീങ്ങളെ പ്രവേശിപ്പിക്കാൻ പാടില്ല, അത് തീർത്തും ഹറാം തന്നെയാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഇവിടെ മദീനയിലേക്ക് സന്ദർശനം നടത്തിയത്, വിസിറ്റ് നടത്തിയത് മുസ്ലിങ്ങളായ നമുക്ക് വേണ്ടിയിട്ടുള്ള ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാനും അതിൻ്റെ കരാർ ഒപ്പുവെക്കാനൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ആവശ്യമായതുകൊണ്ട്, മുസ്ലിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ മദീന പ്രവേശനത്തിന് എന്തില്ല, പ്രശ്നമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.